സ്വാഗതം ആശംസിച്ച ഷമീൽ ആയിപ്പുഴ അടക്കം വേദി സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഏവർക്കും സാദര നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച ഷമീലും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ വന്നതിന് ശേഷം കണ്ണൂരിലൊരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് മട്ടന്നൂരിലാണ്. അത് വേണമെങ്കിൽ ഒരു തെറ്റുതിരുത്തലിന്റെ തുടക്കം കൂടിയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൽ നമുക്ക് നഷ്ടപ്പെടുന്നതിൽ അന്ന് ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഒരു ദിവസം മുഴുവൻ ഇവിടെ ടൗണിലെ ആ വാർഡിൽ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. ഇന്നിപ്പോ ഇത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ വേദിയിൽ വെച്ച് ഉറപ്പ് നൽകുകയാണ്, അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ആ വാർഡ് തിരിച്ചു പിടിക്കാൻ ഞാനിവിടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വൈകാരികമായിട്ടുള്ള സ്വീകരണം ഇന്നാണ് ലഭിച്ചത്. അത് ധീരരക്തസാക്ഷി ശുഹൈബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് എന്നെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് സ്വീകരിച്ച ആ നിമിഷമെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അനശ്വരനായിട്ടുള്ള രക്തസാക്ഷി ശുഹൈബിനെ 7 വർഷങ്ങൾക്കിപ്പുറവും മട്ടന്നൂരിലെ പൊതുസമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു, ഓർമ്മിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ ജനത. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള CPM-ന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മട്ടന്നൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കണ്ണൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കേരളത്തിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ശുഹൈബ് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള പ്രദേശം എന്ന് പറയാവുന്ന ഈ മട്ടന്നൂർ തെരഞ്ഞെടുപ്പിൽ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അവർ വിജയിക്കുന്ന മട്ടന്നൂർ ഒരുപക്ഷെ പാർലമെന്ററി രംഗത്ത് തനിക്കൊരിക്കലും എവിടെയും എത്തിച്ചേരാൻ സാധിക്കാൻ അതൊരു വിദൂര സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുകൂടി ജനാധിപത്യ പ്രസ്ഥാനത്തിനു വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ യൗവനം മുഴുവൻ ഹോമിച്ച് പ്രവർത്തിച്ച ശുഹൈബിനെ പോലെയുള്ള ഒട്ടേറെ പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാലകശക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പറോ MLA-യോ മന്ത്രിയോ ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു ബോർഡ് മെമ്പറോ പോലും ആവാൻ ആഗ്രഹിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയെടുത്ത്